തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ആർ ശ്രീലേഖയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയാണ്. തിരുവനന്തപുരത്തേക്ക് ശാസ്തമംഗലത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറാണ് മുൻ DGP-ആയ ആർ ശ്രീലേഖ. ശ്രീലേഖ തിരുവനന്തപുരം മേയറായേക്കും എന്ന അഭ്യൂഹം നേരത്തെ ശക്തമായിരുന്നു. പക്ഷേ BJP നിയോഗിച്ചത് BJP-യുടെ മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ വി രാജേഷിനെയാണ്. അതേ തുടർന്ന് ശ്രീലേഖയ്ക്ക് ചില അതൃപ്തി ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വി രാജേഷ് ചുമതലയേറ്റ ശേഷമുള്ള മറ്റ് ചടങ്ങുകളിൽ നിന്ന് ആർ ശ്രീലേഖ വിട്ടുനിന്നു. പിന്നീട് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് ശേഷവും ആശാനാഥിനെ തെരഞ്ഞെടുത്തതിനു ശേഷവും ഇതേ രീതി തന്നെയാണ് ആർ ശ്രീലേഖ ആവർത്തിച്ചത്. ഇപ്പോൾ അനുനയത്തിൻ്റെ ഭാഗമായാണോ വി രാജേഷും ആശാനാഥും ശ്രീലേഖയുടെ വസതിയിലെത്തിയത് എന്നേ അറിയാനുള്ളൂ. ഏതായാലും ഇതിൻ്റെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ചേരുകയാണ്. റിനു, പറയൂ. ദിലീപ് കുമാർ, അല്പസമയം മുമ്പാണ് ആർ ശ്രീലേഖയുടെ വീട്ടിലേക്ക് പുതിയ മേയർ രാജേഷും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥും എത്തിയത്. ഇവർ ഇപ്പോൾ വി രാജേഷും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും ആർ ശ്രീലേഖയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വീട്ടിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. സാധാരണ വിജയത്തിന് ശേഷം എല്ലാവരെയും പോയി കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമാണെന്നാണ് വി രാജേഷ് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാം, വലിയ വിവാദത്തിന് ശേഷം അല്ലെങ്കിൽ വലിയ ചർച്ചയ്ക്കും സംവാദത്തിനും ഒടുവിലാണ് വി രാജേഷിലേക്ക് മേയർ സ്ഥാനം എത്തിയത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം ആർ ശ്രീലേഖയ്ക്ക് ഉണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഇന്ന് വി രാജേഷിനെ മേയറായി തിരഞ്ഞെടുത്ത് വോട്ട് ചെയ്തതിനു ശേഷം ആ ഒരു സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്ന സമയത്ത് ശ്രീലേഖ ഹാൾ വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആശാനാഥിനെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കുമ്പോഴും ഈ വോട്ട് ചെയ്തതിന് ശേഷം ആ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ നിൽക്കാതെയാണ് ശ്രീലേഖ അവിടം വിട്ട് മടങ്ങിയത്. അത് വലിയ രീതിയിൽ വിവാദമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വി രാജേഷും അതുപോലെ തന്നെ ആശാനാഥും ആർ ശ്രീലേഖയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.